ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു മാലയാണ്. ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് മെറ്റീരിയൽസേ ആവശ്യമുള്ളൂ. ഗീർ വയർ വേണം, കുറച്ച് മുത്തുകൾ വേണം, ചക്കിരി, ബാക്കിലിടാനുള്ള ഹുക്കും കണ്ണികളും, പിന്നെ ഗിയർ ലോക്ക് 2 എണ്ണം. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് തന്നെ ഗിയർ വയർ എടുക്കാം. അതിലോട്ട് നമുക്കിനി കണ്ണികൾ കോർക്കാം. ലോക്ക് അതായത് ഹുക്ക് അല്ലെങ്കിൽ കണ്ണികൾ ഏത് വേണേലും കോർക്കാം. ഞാനിവിടെ കണ്ണികളാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഈ റിങ് എടുത്തിട്ട് ഇതിലോട്ട് കോർക്കാം. എല്ലാ മാലയിലും ഒരേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഈ വയറിൻ്റെ അറ്റം എടുത്തിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ റിവേഴ്സ് ഡയറക്ഷൻ എടുത്ത് നല്ല വലിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അവിടെ ലോക്കായി. എല്ലാ മാലയിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഗിയർ ലോക്ക് ഗിയർ വയറും ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ലോക്ക് ചെയ്യുക. ഇനി ഗിയർ ലോക്കൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് 1-2 കെട്ടിട്ട് വെച്ചാലും മതി, അത് അഴിഞ്ഞു പോകില്ല. അതിനുശേഷം നമുക്ക് ബീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ മുത്തുകൾ കോർക്കാം. അപ്പോൾ ഈ ബാക്കിൽ വരുമ്പോൾ ഞാൻ ചക്കിരി കോർക്കുന്നില്ല, കാരണം കഴുത്തിൽ കുത്തിയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ബാക്ക് വരുന്ന ഭാഗത്ത് വെറും മുത്തുകൾ മാത്രമാണ് കോർക്കുന്നത്. അപ്പോൾ ഒരു 7 മുത്ത് ഞാനിവിടെ കോർക്കുന്നുണ്ട് പ്ലെയിൻ ആയിട്ട്. അതിനുശേഷം ഒരു 5 ചക്കിരി, അതായത് ഒരു മുത്ത് 5 ചക്കിരി, ആ ഒരു എന്താ പറയുക റേഷ്യോയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 5 ചക്കിരി കോർക്കാം. അപ്പോൾ ഇങ്ങനെ 5 ചക്കിരി കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു മുത്ത് കോർക്കാം. അപ്പോൾ ഈ 5 ചക്കിരിക്ക് പകരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കോർക്കാം. 2 എണ്ണം മതിയെങ്കിൽ 2 എണ്ണം മതി, 3 എണ്ണം വേണമെങ്കിൽ 3 എണ്ണം മതി. അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് എത്രത്തോളം വീതി വേണോ അതിനനുസരിച്ച് ചക്കിരി കോർത്താൽ മതി. അതായത് ഈ മുത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു റേഷ്യോ ആയിരിക്കും നല്ലത്. അപ്പോൾ നല്ല വലിയ മുത്താണെങ്കിൽ കുറച്ചുകൂടി വലിയ ചക്കിരി നമുക്ക് യൂസ് ചെയ്യാം. നല്ല ചെറിയ മുത്താണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ സൈസ് ചക്കിരി കിട്ടും, അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബീഡ്സും ചക്കിരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതേ ഒരു ഓർഡറിൽ നമുക്ക് മുഴുവനായിട്ട് എത്ര ലെങ്ത്ത് വേണോ അത്രയും കോർത്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ മാലയാണ് കോർക്കുന്നത്, അതായത് മോളുടെ കഴുത്തിന് പാകാവുന്ന ഒരു സൈസിലുള്ള മാലയാണ് കോർത്തെടുക്കുന്നത്. അപ്പം നമ്മളിവിടെ മുഴുവൻ മാലയും കോർത്ത് കഴിഞ്ഞു. ഇനി ആദ്യം കുറച്ച് പ്ലെയിൻ മുത്ത് കോർത്ത പോലെ ലാസ്റ്റും ഒരു 7 മുത്ത് കോർക്കാം. അപ്പോൾ ലെങ്ത്ത് വേണമെങ്കിൽ ഈ മുത്തുകൾ മാത്രം തന്നെ കുറച്ച് കൂടുതൽ കോർത്താലും മതി. അപ്പോൾ നമുക്ക് മാലയുടെ ലെങ്ത്ത് അങ്ങനെ കൂട്ടാം. അല്ല ഇനി മുഴുവനായിട്ട് ചക്കിരി മിക്സ് ചെയ്തിട്ട് കോർക്കണമെങ്കിൽ അങ്ങനെയും മുഴുവൻ നമുക്ക് ചക്കിരി മിക്സ് ചെയ്തിട്ട് തന്നെ ലോങ് ചെയിൻ കോർത്തെടുക്കാം. അപ്പോൾ മുത്തുകൾ കോർത്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യം ഇവിടെ കണ്ണികൾ കോർത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കോർക്കാനുള്ള ഹുക്ക് കൂടി കോർക്കാം. അപ്പോൾ ഫസ്റ്റ് കോർത്തോൾ തന്നെ ഒരു ഗിയർ ലോക്ക് എടുക്കുക, ഗിയർ വയറിലോട്ട് കോർക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഹുക്ക് ഉണ്ടല്ലോ, നമുക്ക് എങ്ങനത്തെ ഹുക്കാണ് വേണ്ടത് അത് ഇതിലോട്ട് കോർക്കാം. അതിനുശേഷം വീണ്ടും ഈ ഗിയർ വയർ എടുത്ത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ വലിച്ച് ടൈറ്റ് ചെയ്ത് നമുക്ക് പ്ലെയർ അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഗിയർ വയർ വലിച്ച് ടൈറ്റാൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ടൊന്ന് വലിച്ചാലും മതി, കൈകൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ. അപ്പോൾ ഒരുപാട് ടൈറ്റ് ആക്കണ്ട, കുറച്ച് മുത്തുകളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ. അല്ലെങ്കിൽ മുത്തെല്ലാം പൊങ്ങിയും താന്നെല്ലാം ഭയങ്കര ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ മാല നല്ല ഒരു ഫ്ലോട്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത ശേഷം ഈ എക്സ്ട്രാ വരുന്ന വയർ കട്ട് ചെയ്ത് കളയണമെന്നില്ല. അതിൻ്റെ ഈ മുത്തിൻ്റെ 1-2 മുത്തിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കോർത്ത് വെക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് കട്ട് ചെയ്തതിൻ്റെ ആ പീസ് ഉണ്ടല്ലോ അറ്റം നമുക്ക് കാണൂല വെളിയിലോട്ട്, അല്ലെങ്കിൽ അത് കഴുത്തിലൊക്കെ കുത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുത്തിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം. അപ്പം നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വലുത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് ലോങ് ആയിട്ട് കോർത്താൽ മതി. അല്ല ഇനി ചക്കിരി കുറവ് മതിയെങ്കിൽ നമുക്ക് നടുവിൽ ഭാഗത്ത് ഫ്രണ്ടിൽ വരുന്ന ഭാഗത്ത് മാത്രം ചക്കിരി കോർത്തിട്ട് ബാക്കി 2 സൈഡിലും പ്ലെയിൻ ഈ വൈറ്റ് കളർ മുത്ത് മാത്രം കോർത്താലും മതി. പിന്നെ ഈ മാല എന്ന് പറഞ്ഞാൽ നല്ല വെയ്റ്റ്ലെസ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല, നല്ല എന്താ പറയുക പാറ്റയാണ് സാധനം. അത് കാരണം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വലിഞ്ഞിരിക്കണമെന്നില്ല. നമ്മൾ നടുവിലൊരു ലോക്കറ്റ് ഇടുകയാണെങ്കിൽ ഇത് കുറച്ചിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ചെറിയ ലോക്കറ്റോ കുറച്ച് വെയിറ്റുള്ള ലോക്കറ്റ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ലോക്കറ്റ് വെച്ചിട്ട് വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ പാലക്കയുടെ സെറ്റ് കിട്ടും, നമുക്കിങ്ങനെ ഒരു പീസായിട്ടോ അല്ലെങ്കിൽ ഒരു ഡസനായിട്ടോ അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ 2 ചക്കിരി 1 മുത്ത്, 2 ചക്കിരി 1 മുത്ത് അങ്ങനെയൊക്കെ കോർത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗോൾഡൻ കളർ മുത്തും പിന്നെ കുറച്ച് ചക്കിരിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ചെയിനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് കോർക്കാം. അതിനുശേഷം ചെയിൻ ഇട്ട് കൊടുത്താലും മതി. ചെയിൻ ഇല്ലെങ്കിൽ ത്രെഡോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ബാക്കി ചെയിനിന് പകരം ഈ വൈറ്റ് കളർ മുത്ത് വെച്ചിട്ട് കോർക്കാം. അപ്പോൾ ഈ പാലക്ക ഒന്ന് വെച്ച പോലെ തന്നെ നമുക്ക് 3 എണ്ണം വേണമെങ്കിൽ ഇതുപോലെ 2 സൈഡിലും വെക്കാം, അല്ലെങ്കിൽ 5 എണ്ണം വെക്കാം. അങ്ങനെ അതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ വലിയ സാരിക്കൊക്കെ വലിയ മാലയാണെങ്കിൽ ഈ പാലക്ക പോലെ തന്നെ നല്ല വലിയ ലോക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഒന്നിന് 5 രൂപ 6 രൂപയൊക്കെ വരും.
വലിപ്പം കൂടുന്തോറും അതിന് വില കൂടും. അപ്പോൾ ഇതുപോലെ ലോങ് ചെയിൻ വലുതാക്കിയിട്ട് അതിലൊരു വലിയ പാലക്കര ലോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ സാരിക്ക് സെറ്റ് സാരിക്കൊക്കെ നല്ല സൂപ്പറായിരിക്കും കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഡിസൈൻ ഒരേപോലെ ചെയ്തെടുക്കുന്ന 2 മാലയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.